മുന്നണി ശക്തമാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി എൻഡിഎയും ഇന്ത്യ സഖ്യവും. പശുപതി പരസിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് ആർജെഡി സ്വാഗതം ചെയ്തു. അതേസമയം കർണാടക സീറ്റ് വിഭജനത്തിൽ ബിജെപിക്ക് ആശങ്ക തുടരുന്നു. കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച പശുപതി പരസ് ഒപ്പം വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കാമെന്നാണ് ആർജെഡി നിലപാട്. ബിജെപി പശുപതി പരസിനോട് കാട്ടിയത് അനീതിയാണെന്നും ആർജെഡി നേതാവ് തേജ് പ്രതാപ് യാദവ് അഭിപ്രായപ്പെട്ടു. പശുപതി പരസ് ആർജെഡി നേതാക്കളായ ലാലു പ്രസാദ് യാദവുമായും തേജസ്വി യാദവുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. പശുപതി പരസ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമായാൽ ഹാജിപൂർ മണ്ഡലത്തിൽ നിന്നും ചിരാഗ് പസ്വാനെതിരെ മത്സരിച്ചേക്കാനാണ് സാധ്യത. അതേസമയം പശുപതി പരസിന്റെ പാർട്ടിയിലെ മറ്റെംപിമാർ ഇടഞ്ഞു നിൽക്കുന്നതായാണ് വിവരം. 4 എംപിമാർ ചിരാഗ് പസ്വാനുമായും ബിജെപിയുമായും ചർച്ച നടത്തിയെന്നാണ് സൂചന. അതിനിടെ കർണാടകയിലെ JDS BJP സീറ്റ് വിഭജനത്തിൽ തർക്കം തുടരുകയാണ്. ഹസൻ, മാണ്ഡ്യ, കോലാർ എന്നീ 3 ലോക്സഭാ മണ്ഡലങ്ങൾ വേണമെന്നാണ് JDS നിലപാട്. എന്നാൽ 2 സീറ്റുകൾ നൽകാമെന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ JDS നേതാവ് HD കുമാരസ്വാമി ദില്ലിയിലെത്തി നദ്ദയുമായും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തും. അതേസമയം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും റിബലായി മത്സരരംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച മുതിർന്ന നേതാവ് ഈശ്വരപ്പയും BJPക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.